ഇത് കന്യാകുമാരി പോയതിൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ്. അപ്പോൾ ആദ്യത്തെ വീഡിയോ കാണാത്തൊരു ദയവായി ആദ്യത്തെ വീഡിയോ കണ്ടിട്ട് രണ്ടാമത്തെ വീഡിയോ കാണാൻ നോക്കാം. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല. അങ്ങനെ ഞാൻ കന്യാകുമാരിയിൽ നമ്മളെ ബീച്ച് സൈഡിലേക്ക് ഒന്ന് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. പിന്നെ കന്യാകുമാരിയിലെ ഗ്രാമപ്രദേശങ്ങൾ കണ്ടിറങ്ങി. പിന്നെ ഉള്ളത് നമ്മളെ ബീച്ച് സൈഡും വിവേകാനന്ദ പാറയാണ്. അപ്പോൾ അങ്ങോട്ട് പോകാനുള്ള ഇറക്കത്തിലാണ് പിന്നെ ഞാൻ സഞ്ചരിച്ചത്. അങ്ങോട്ട് പോയപ്പോൾ തന്നെ ഇഷ്ടംപോലെ കടകളായിരുന്നു. അതും ചെറിയ വിലയ്ക്ക് കിട്ടുന്ന കടകൾ. ഓരോന്നിൻ്റെ വില അവരോട് എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അവരോട് ബാർഗെയിൻ ചെയ്ത് വാങ്ങേണ്ട വരില്ല. പിന്നെ ചില കടകളിൽ എന്തായാലും ബാർഗെയിൻ തന്നെ ചെയ്താലേ നമുക്ക് സാധനങ്ങൾ കുറച്ച് കാശ് കുറച്ച് തന്നെ കിട്ടുള്ളൂ. അത് ഈ കാണുന്ന ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കന്യാകുമാരി ബോട്ടിങ്ങിനുള്ള ക്യൂ ആണ്. അതായത് വിവേകാനന്ദ പാറയിലേക്ക് പോകാനുള്ള ക്യൂ. അതിൻ്റെ വീഡിയോ ഞാൻ അടുത്ത പാർട്ടിൽ എന്തായാലും ചെയ്യുന്നതാണ്. കാരണം കന്യാകുമാരി വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ വീഡിയോ കഴിയൂല, അത്രയ്ക്കുണ്ട് പറയാൻ. ഒരുപാട് കാര്യങ്ങളുണ്ട് കന്യാകുമാരിയിൽ. അങ്ങനെ ഞാൻ കന്യാകുമാരിയിൽ പ്രശസ്തമായ ഒരു അമ്പലത്തേക്കാണ് ഈ പോണത്. അപ്പം അങ്ങോട്ട് പോകുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് ഈ കാണുന്നത്. ഇത് മൊത്തം കടകളാണ്, അതും അത്യാവശ്യം ചെറിയ കടകൾ. ഈ അമ്പലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വിവേകാനന്ദ പാറയുടെയും നമ്മുടെ സ്റ്റാച്യുവിൻ്റെയും അടുത്തുള്ളൊരു അമ്പലമാണിത്. ഒരു ദേവീക്ഷേത്രം, കന്യാകുമാരി ദേവീക്ഷേത്രം എന്നാണ് ഈ അമ്പലത്തിൻ്റെ പേര്. അമ്പലത്തിൻ്റെ പേര് വേറെയാണ്, പക്ഷേ ദേവീക്ഷേത്രമാണ് കന്യാകുമാരിയിലുള്ള. ഇതാണ് അമ്പലത്തിൻ്റെ ഫ്രണ്ട് എന്ന് പറയുന്നത്. ഞാൻ ചെന്നപ്പോൾ തന്നെ അമ്പലം ഓപ്പണായിരുന്നു. അതുകൊണ്ട് തന്നെ ദർശനത്തിന് കയറായിരുന്നു. പിന്നെ ഉള്ളിൽ ബാഗ് വെക്കണം എന്നുള്ളൊരു കാരണത്താൽ ഞാൻ ബാഗ് വെച്ചില്ല. കാരണം എൻ്റെ ബാഗിൽ അത്യാവശ്യം സാധനങ്ങളുണ്ടായി. അപ്പം ഞാൻ ബാഗ് വെക്കാൻ കൊടുത്തില്ല. പിന്നെ ഉള്ളിലും കയറിയില്ല. ഞാൻ ജസ്റ്റ് പുറത്തൊന്ന് നിന്ന് ഇതാക്കിയുള്ളൂ. അത്യാവശ്യം തിരക്കുള്ള ടൈമായിരുന്നു. കാരണം ഞാൻ പോയിരുന്നത് ഞായറാഴ്ചയായിരുന്നു. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായി. അങ്ങനെ കണ്ട കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു പിന്നെ ഞാൻ നടന്നിരുന്നത്. കാരണം ഇങ്ങനെയുള്ള സൈഡ് ബീച്ച് സൈഡാണ്. ഈ അമ്പലത്തിനോട് ചേർന്ന് തന്നെയായിരുന്നു കടലുള്ളത്. നമ്മുടെ സുനാമിയിലൊക്കെ ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. ഇതൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള കടകളാണ്. കന്യാകുമാരി പോകണം എല്ലാവരും. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാഷായിട്ട് കൊണ്ടുപോകുക പരമാവധി. ഇവിടങ്ങളിൽ കടകളിലൊന്നും ഗൂഗിൾ പേ വർക്കാവില്ല. അത് നമുക്കൊരു പ്രശ്നം തന്നെയായിരുന്നു. ഇതൊക്കെ കന്യാകുമാരിയിൽ അത്യാവശ്യം വലിയ വലിയ കടകളാണ്. ഇതാണ് കടൽ തീരം കന്യാകുമാരിയില്ല. ബീച്ച് സൈഡിലേക്ക് പോണ വഴിയാണ് ഈ കാണുന്നത്. ഞാൻ ഈ വഴി തന്നെയാണ് ബീച്ച് സൈഡിലേക്ക്, എളുപ്പ വഴിയാണത്. ഇവിടെ നിന്ന് ഇഷ്ടംപോലെ ആൾക്കാർ ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായി. ഇത് അമ്പലത്തിൻ്റെ ചേർന്ന് കടൽ തീരമാണ് ഈ കാണുന്നത്. ഇവിടെയാണ്, ഇതിൻ്റെ അപ്പുറം തന്നെയാണ് ബീച്ച് എന്ന് പറയുന്നത്, കന്യാകുമാരിയിലെ പ്രശസ്തമായ ബീച്ച്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഉദയവും അസ്തമയവും ഒരുമിച്ച് കാണാമെന്നുള്ളതാണ് കന്യാകുമാരിയിലെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മൾ ഒരു ദിവസം ഇവിടെ സ്റ്റേ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും കാണാം. അതൊക്കെ അടുത്ത വീഡിയോയിൽ ഞാൻ പറയുന്നതാണ്. ഈ കാണാനാണ് കന്യാകുമാരിയിലെ കടലെന്ന് പറയുന്നത്. നമ്മുടെ സാധാരണ കടലിനേക്കാൾ എനിക്ക് പ്രത്യേകത തോന്നി. കാരണം ഇവിടുത്തെ കന്യാകുമാരി കടലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അത്യാവശ്യം നീല കളർ നന്നായി കൂടിയിട്ടുണ്ട്. ലവണാംശം ഇത്തിരി കൂടുതലാണെന്ന് തോന്നണത് ഇതിൻ്റെ. അതാണെന്ന് തോന്നണ നീലായത്. അതറിയണവരൊന്ന് കമൻറ്റ് ചെയ്യുക, എന്താണ് ഈ പ്രതിഭാസത്തിൻ്റെ കാരണം. കാരണം നമ്മളവിടെയൊക്കെ എനിക്ക് അത്യാവശ്യം, ഞാൻ കടപ്പുറത്താണ് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കറിയാം അവിടുത്തെ കടലിൻ്റെ കളറ് ഇത്രയും നീലയില്ല. എന്നാലും നീലയാണെങ്കിലും ഇത്രയും ഇല്ല. അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് പിന്നെ എൻ്റെ നടത്തം. അത്യാവശ്യം നല്ല ക്ഷീണമുണ്ടായി മുഖത്ത്. കാരണം വെയിലത്തുള്ള നടത്തുമായിരുന്നു. ഇവിടെ നമ്മുടെ കുറേ നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാനുള്ള കുറേ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. പിന്നെ മണ്ഡപങ്ങളാണ് കൂടുതലും. പിന്നെ വിവേകാനന്ദൻ്റെ പ്രതിമയും പിന്നെ വിവേകാനന്ദ തപസ്സിരുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. നമ്മൾ ഈ അടുത്ത് മോദി വന്നിരുന്നു ഇവിടേക്കൊക്കെ, അതും ഉണ്ട്. അങ്ങനെ ബീച്ച് സൈഡിലേക്ക് പോണ വഴിയാണ് ഈ കാണുന്നത്. ഇവിടെ ചെറിയ അമ്പലങ്ങളാണ് കൂടുതലും ഉള്ളത്. പിന്നെ പള്ളികളും അതൊക്കെയാണ് ഈ സൈഡുകളിൽ കാണുന്നത്. പിന്നെ കച്ചവടക്കാർ ആവശ്യത്തിൽ കൂടുതലധികം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതും പാവങ്ങളാണ് എല്ലാവരും. കാരണം ചെറിയ ഉള്ള പിച്ചെടുത്ത് പിന്നെ അത്യാവശ്യം കച്ചവടം നടത്തി ചെയ്യുന്ന എല്ലാവരും. പിന്നെ ശംഖ് കൊണ്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട്. ശംഖ് കൊണ്ട് നമുക്ക് ഇഷ്ടം പോലെ വെറൈറ്റി സാധനങ്ങളാണ് ഇവിടെ കൂടുതലും വിൽക്കുന്നത്. പിന്നെ ശംഖിൽ പേരടിക്കണമെങ്കിൽ അടിക്കും, അല്ലെങ്കിൽ പിന്നെ വേറെ കാര്യങ്ങളൊക്കെ. ഞാനെത്തിയപ്പോൾ ചേട്ടൻ്റെ കടയിൽ ശംഖുകൾ ഇങ്ങനെ നിരത്തി വെച്ചേക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതൊക്കെ കടലിൽ ഇറങ്ങിയിട്ട് കുളിക്കുന്ന ആൾക്കാരാണ് ഈ കാണുന്നത്. നമ്മളെ ബീച്ച് ഇതാണ് ശരിക്കും കന്യാകുമാരി ബീച്ച് എന്ന് പറയപ്പെടുന്നത്.
ആ ബീച്ച് സൈഡിലാണ് ഈ കാണുന്നത്. ബീച്ചിലുള്ള പാറയമൊക്കെ നിന്ന് കുളിക്കുന്നതും പിന്നെ അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നതാണ് ഈ കാണുന്നത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത്രയും ഇറങ്ങാതിരിക്കുക. കാരണം ഇവിടുത്തെ കടലിനൊക്കെ നല്ല ആഴമുണ്ട്. നമുക്കെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉത്തരവാദിത്വം തന്നെ ആയിരിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത്രയും ദൂരമൊന്നും ഇറങ്ങാതിരിക്കുക എല്ലാവരും. ഇതാണ് കാണുന്ന ബീച്ച് എന്ന് പറയുന്നത്. ഉദയവും അസ്തമയം ഒക്കെ കാണുന്നത് ഇവിടെ നിന്നാണ്. അങ്ങനെ ഞാൻ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഓരോന്നോരോന്നായി കണ്ട് അങ്ങോട്ട് ബീച്ച് സൈഡിലേക്ക് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ച്. കാരണം ഇവിടെ എല്ലാവരും നല്ല രീതിയിൽ തന്നെ കച്ചവടം നടത്തി ജീവിക്കുന്നവരാണ് കൂടുതലും. കാരണം ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം എല്ലാവരും ടൂറിസ്റ്റുകളുണ്ട്. അപ്പോൾ ആരും ഫോട്ടോ എടുക്കാനില്ലാത്ത കാരണം ഒറ്റയ്ക്ക് തന്നെ ഞാൻ തന്നെയാണ് ഫോട്ടോ എടുക്കണത്. കാരണം എൻ്റെ കൂടെ ആരും ഉണ്ടായില്ല. ഞാൻ ഒറ്റയ്ക്കുള്ള യാത്ര ഇരുന്നത്. ഒരു ദിവസം എന്തായാലും ഫ്രീ കിട്ടിയപ്പോൾ കന്യാകുമാരി ഒന്ന് കാണാമെന്ന് ചോദിച്ചിട്ടുള്ള പോക്കായിരുന്നു എൻ്റേത്. അതുകൊണ്ട് തന്നെ പെട്ടെന്നുള്ള പോക്കായതുകൊണ്ട് തന്നെ ആരെയും വിളിക്കാൻ നിന്നില്ല. പക്ഷേ ഇവിടെ വന്നപ്പോൾ എനിക്ക് ഇത്രയും കാഴ്ചകളുണ്ടപ്പോൾ എൻ്റെ മനസ്സ് സന്തോഷിച്ച്. കാരണം ഇത്രയും കാഴ്ചകളൊക്കെ നമ്മൾ ഒരു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇതൊക്കെ കാണേണ്ടതാണ്. ഒരുപാട് ഫോറിനേഴ്സും കാര്യങ്ങളൊക്കെ ഇവിടെയൊക്കെ വരുന്നതാണ് അതന്നെ. എന്നിട്ട് നമുക്കും ഇത് കാണാനുള്ളൊരു ഭാഗ്യം ഉണ്ടായില്ല എന്നുള്ളതാണ് ഞാൻ നിന്നത്. അങ്ങനെ ഒരുപാട് സെൽഫികളും ഫോട്ടോകളൊക്കെ എടുക്കലായിരുന്നു എൻ്റെ പിന്നെ പരിപാടി. ആരും എടുക്കാത്ത കാരണമാണ് ഞാൻ തന്നെ എടുത്ത് കൂട്ടണത്. ഇതൊക്കെ അത്യാവശ്യം വാട്സപ്പിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്യാന്നുള്ള ഒരു പ്രതീക്ഷയായിരുന്നു. അങ്ങനെ ഈ ചേട്ടനോട് ഗുഡ് ബൈ പറഞ്ഞിട്ട് ഞാൻ പിന്നെ ഇറങ്ങിയായിരുന്നു. 100 രൂപയാണ് ഇവിടെ എന്ത് തൊട്ടാലും ഈ ശംഖിൻ്റെ വില. പിന്നെ ഇവിടെ ഫുഡ് ഐറ്റംസുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളിവിടെ കിട്ടണ മാങ്ങ അരിഞ്ഞ് വെച്ചത്, പിന്നെ പൈനാപ്പിൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞായറാഴ്ചകളിൽ അത്യാവശ്യം നല്ല തിരക്കുള്ള സമയം തന്നെയാണ്. മറ്റുള്ള ദിവസങ്ങളിൽ എനിക്ക് തോന്നുന്നു അത്രയും തിരക്കുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ മറ്റുള്ള ദിവസങ്ങൾ വരുമ്പോൾ നമുക്ക് വേമ്പയും കാര്യങ്ങളെല്ലാം കണ്ട് ഇതാക്കാം. പക്ഷേ കച്ചവടക്കാർ ഫുൾ ടൈം ഇവിടെ തന്നെ ഉണ്ടാവും കേട്ടോ. അവർക്ക് ഞായറാഴ്ചയോ ബാക്കിയുള്ള ദിവസങ്ങളൊന്നും ഇല്ലല്ലോ. എല്ലാ കച്ചവടക്കാരും ഉണ്ടായിരുന്നു പറഞ്ഞോട്ട്. ഇതാണ് ഫേമസ് ബീച്ച് എന്ന് പറയുന്നത്. ഒരുപാട് സ്ഥലങ്ങൾ ടൈമിൽ ഇതൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളെ നേരം അങ്ങനെ ഒരുപാട് മലയാള മൂവികൾ ഇവിടെയാണ് ഷൂട്ട് ചെയ്തേക്കുന്നത്. പിന്നെ ഇവിടെ നിന്നാലാണ് ശരിക്കും ഉദയോ അസ്തമയോ ഒരുമിച്ച് കാണാൻ കഴിയുന്നത്. അത് രാവിലെ തന്നെ നമുക്ക് രാവിലെയും വൈകിട്ടും ആണ് ഇതിൻ്റെ ടൈം. ഞാനിപ്പോൾ എത്തിയേക്കണത് ഒരു 12 മണി ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അത്യാവശ്യം വെയിലായിരുന്നത് ആ ടൈമിൽ. പക്ഷെ പിന്നെ ഞാൻ വിചാരിച്ച് എന്തായാലും ഈ ടൈമിൽ ഫുള്ള് കറങ്ങിയാലേ നമുക്ക് ബോട്ടിങ്ങിന് പോകാനും പറ്റുള്ളൂ. ബോട്ടിങ്ങിന് പോകണമെങ്കിൽ നമുക്കൊരു 3 മണിക്കൂറെങ്കിലും വേണം. പിന്നെ ബോട്ടിങ്ങിൻ്റെ ടൈം എന്ന് പറഞ്ഞാൽ 4:15 വരെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ക്ലോസ് ചെയ്യും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പോയി വരുമ്പോഴത്തേനും നല്ല സന്ധ്യയാവണ കാരണം അത് ക്ലോസ് ചെയ്യും. പിന്നെ അവിടെ നിന്ന് ഇഷ്ടം പോലെ തിരക്കുണ്ടാവും. അപ്പോൾ പരമാവധി ബോട്ടിങ്ങിൻ്റെ പോകുന്നവർ കാലത്ത് തന്നെ പോകാൻ നോക്കാം. ഇതാണ് മണ്ഡപം എന്ന് പറയുന്നത്. ധ്യാന മണ്ഡപമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ധ്യാനം ഇരിക്കാൻ പറ്റുന്നവർക്കും അല്ലാത്തവർക്കൊക്കെ ഉള്ള ഇതാണ്. ഇവിടെ എന്തോ പൂജ പരിപാടി ഒക്കെ നടക്കുന്നുണ്ട്. എന്താണെന്ന് എനിക്ക് വലിയ പിടുത്തമില്ല. കുറച്ച് നേരം ഞാനിത് നോക്കിയെന്ന്. അവിടെ അത്യാവശ്യം നല്ല ശാന്തിമാരും കാര്യങ്ങളും അവരുടെ രീതിയിലുള്ള പൂജകളൊക്കെ നടക്കുന്നുണ്ട് ഇവിടെ. എനിക്ക് തോന്നുന്നത് നമ്മളെ ഹിന്ദു സംസ്കാരത്തിൻ്റെ പോലെ മറ്റേ ഈ ശവമൊക്കെ നമ്മൾ അസ്ഥി ഒഴുക്കൂലേ, അതേപോലെ തന്നെ എന്തോ പരിപാടിയാണെന്ന് തോന്നണം. എനിക്കറിയില്ല എന്താണെന്ന് സംഭവം. അറിയാതെ പറഞ്ഞാൽ ഞാൻ കൺഫേം ആയിട്ടൊന്നും പറയണില്ലത്. അങ്ങനെ കുറച്ച് നേരം അത് നോക്കി നിൽക്കലായിരുന്നു പിന്നെ എൻ്റെ പരിപാടി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ധ്യാന മണ്ഡപം കണ്ട് നല്ല കൊത്തുപണികളാലും നല്ല കല്ലുകളായാലും അലങ്കരിച്ചൊരു ധ്യാന മണ്ഡപമാണിത്. അത്യാവശ്യം നല്ല ഫേമസ് ആണിത്. ഇതിൻ്റെ അപ്പുറം തന്നെയാണ് ഈ കുളിക്കാനൊക്കെ പറ്റിയ ചെറിയ ബീച്ചുള്ളത്. ഇവിടെ അയ്യപ്പന്മാരൊക്കെ കുളിക്കുന്നുണ്ടായി പറഞ്ഞോട്ട്. പിന്നെ നമുക്ക് സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് അവർ വല അവിടെ ഇട്ടുണ്ടായി. അതിൻ്റെ അപ്പുറത്തേക്കൊന്നും ആരും നീന്തി പോകരുത്. കണ്ട, ഇതാണ് ഞാൻ പറഞ്ഞ കടലിൻ്റെ കളർ അത്യാവശ്യം നല്ല വ്യത്യാസമുണ്ട്. ശരിക്ക് തെളിഞ്ഞ നല്ല കടൽ വെള്ളം. അതും വേസ്റ്റുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും കൂടുതലുള്ള പ്രത്യേകത. പിന്നെ കുളിക്കുന്ന ആൾക്കാരും കുറവാണ്, അധികമില്ല. കാരണം ഉച്ച സമയത്തായതുകൊണ്ടാണെന്ന് തോന്നണം. പിന്നെ സ്വാമിമാരുണ്ടായി. കാരണം മണ്ഡലമാസം കാരണം മിക്ക സ്വാമിമാരും അത്യാവശ്യം ഉണ്ടായി. ഞാനങ്ങനെ ഇവിടേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇറങ്ങി ആ വെള്ളമൊക്കെ ഒന്ന് തൊടാമെന്ന് വിചാരിച്ച്. നല്ല പൂപ്പലുള്ളതുകൊണ്ട് തന്നെ എനിക്കങ്ങനെ അധികം പേടിയായിരുന്നു. ഇറങ്ങി ഇനി വീണല്ലോ എന്നുള്ളൊരു പേടി. പിന്നെ മൊബൈലും അങ്ങനെ അധികം നേരം അവിടെ നിൽക്കാതിരുന്നില്ല. കുളിക്കാനവർക്ക് കുളിക്കാൻ പറ്റിയ സാഹചര്യമൊക്കെ ഉണ്ടായി. കാരണം ആഴമൊന്നും ഉണ്ടായില്ല. പിന്നെ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അവർ വല വെച്ചേക്കണമായിരുന്നു. നമുക്ക് അപ്പുറത്തേക്ക് അങ്ങനെ നമ്മൾ ഒഴുക്കി വെള്ളമൊന്നും വിട്ടു പോകില്ല. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ബീച്ചിൻ്റെ സൈഡുകളാണ് കൂടുതലും കാണുന്നത്. ഒരുപാട് പേര് അവിടെ പാറയിൽ നിന്ന് ഫോട്ടോ എടുക്കൽ പരിപാടിയൊക്കെ ഉണ്ട്.
ഏറ്റവും നല്ലത് നമ്മൾ ഇവിടെ നിന്നൊക്കെ എടുക്കൽ തന്നെയാണ്. പാറയിൽ നിന്നൊക്കെ ഒന്ന് എടുത്തു കഴിഞ്ഞാൽ വല്ല വിഴിക്കലും വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നങ്ങളാണ്. അങ്ങനെ കുറേ നേരം ഞാനിവിടെ കണ്ട് കാഴ്ചകളാണായിരുന്നു കൂടുതലും. അത്യാവശ്യം എല്ലാവരും ഉണ്ട് ഇവിടെ. ഓരോരോ രാജ്യത്തു നിന്ന് വന്നവരുണ്ട്, പിന്നെ പുറം രാജ്യങ്ങളിൽ നിന്ന് വന്നവരുണ്ട്, മലയാളീസ് ഉണ്ട്, പിന്നെ തമിഴന്മാരുണ്ട്, പിന്നെ അങ്ങനെ അത്യാവശ്യം ഒരുവിധം എല്ലാവരും ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞ് നടത്തുവരുന്നുണ്ട് മൊത്തം. കാരണം ഇവിടെ കുറച്ച് കാണാനുണ്ടായി. കാണേണ്ട കാഴ്ചകളൊക്കെ കുറേ ഉണ്ട്, കുറേ കടൽ തീരം ഉള്ളത്. പിന്നെ ഫോട്ടോ എടുക്കൽ കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. നമ്മൾ പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവർ ഫോട്ടോ എടുത്ത് നമുക്ക് തരും, നമുക്ക് കറക്റ്റ് പ്രിൻ്റായിട്ട് തരും. അതിപ്പോൾ എല്ലായിടത്തും ഉള്ള പോലെ തന്നെയാണത്. ഇതാണ് മണ്ഡപം, നേരത്തെ കണ്ട മണ്ഡപത്തിൻ്റെ തന്നെ. ഈ മണ്ഡപം അത്യാവശ്യം ഫേമസ് മണ്ഡപം എന്നാണ് ഞാൻ അറിഞ്ഞത്. കാരണം ഇവിടെയാണ് ധ്യാനം ഇരിക്കാൻ ഏറ്റവും കൂടുതൽ പറ്റണതും മെഡിറ്റേഷൻ കാര്യങ്ങളൊക്കെ പറ്റിയ ഒരു ഇത്. അങ്ങനെ ഇവിടെ അതിലേക്ക് സഞ്ചരിക്കുമ്പോൾ തന്നെ നമുക്ക് വേറൊരു റൂട്ട്, ഗാന്ധി മണ്ഡപം എന്ന് പറഞ്ഞിട്ട് വേറൊരു മണ്ഡപമുണ്ട്. അപ്പോൾ അവിടേക്ക് പോകാമെന്നുള്ള പ്ലാനായിരുന്നു എൻ്റെ. അതായത് ഇതിവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് ദൂരം നടക്കാനുണ്ടായി. കടൽ തീരമായാലും നമുക്ക് അത്യാവശ്യം കാണാനുള്ളത് കൊണ്ട് തന്നെ നല്ല വൈബാണ് ഇവിടെ. നല്ല കാറ്റുണ്ടായി. ഈ ഉച്ച സമയത്തും ഇത്രയും കാറ്റ് ഞാൻ എവിടെയും കണ്ടിട്ടില്ല. നല്ല നല്ല കാറ്റും കാര്യങ്ങളും നല്ല അടിപൊളിയായിരുന്നു ഇത്. ഏകദേശം നല്ല തിരക്കും ഉണ്ടായി. കണ്ട നല്ല തിരക്കുള്ള ഒരു സമയമായിരുന്നു ഈ ടൈം. എന്തായാലും എല്ലാവരും പോകുമ്പോൾ ഇതൊക്കെ ഒന്ന് ആസ്വദിച്ച് വേണം പോകാൻ. ഒരു പ്രാവശ്യം എന്തായാലും ഇതിന് വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് പോകണം. ഇതൊക്കെ കാണേണ്ട കാഴ്ചകളാണ് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.